This video is sponsored by Edolam Builders. ഒരു ബുക്ക് ഇറങ്ങി അത്യാവശ്യം ഫേമസ് ആയി കഴിഞ്ഞാൽ പിന്നെ സാധാരണമായിട്ട് നടക്കുന്ന ഒരു പതിവാണ് അതൊരു സിനിമ രൂപത്തിലേക്ക് ആക്കുക എന്നത് അല്ലേ? Yes. So in this episode നമ്മൾ സംസാരിക്കുന്നത് is all about famous movies that are made from books. Number 1. Yes, of course. മലയാളത്തിൽ ലാസ്റ്റ് ഇയർ ഇറങ്ങി ഒരുപാട് റെക്കോർഡുകൾ നേടിയെടുത്ത ആടുജീവിതം. 2008 ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവല് മലയാളത്തിലെ എക്കാലത്തെയും ജനപ്രീതിയുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ്. ഏകദേശം 2010 കാലഘട്ടത്തിലാണ് ഈ ഒരു ബുക്ക് സിനിമയായിട്ട് മാറുന്നു എന്നൊരു വാർത്ത വരുന്നത്. അതിനിപ്പുറം 14 വർഷങ്ങൾക്ക് ശേഷം 2024 ആടുജീവിതം സിനിമയായി നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. നമ്പർ 2, മതിലുകൾ. മലയാളത്തിലെ എക്കാലത്തെ മികച്ച നോവലുകളിൽ ഒന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ. തിരുവനന്തപുരം സെൻട്രൽ ജയിലിന്റെ പശ്ചാത്തലത്തിൽ ബഷീർ എഴുതിയ ഈ പ്രണയകഥ ആദ്യമായി പബ്ലിഷ് ചെയ്യുന്നത് കൗമുദി ആഴ്ചപ്പതിപ്പിന്റെ 1964 ഓണം എഡിഷനിലാണ്. ബഷീർ എന്ന തന്നെ നായകനാക്കിയ ഈ കഥ വൈകാതെ ജനങ്ങൾക്കിടയിൽ ജനപ്രീതി നേടി. അങ്ങനെ 1989 മതിലുകൾ അടൂർ ഗോപാലകൃഷ്ണന്റെ സംവിധാനത്തിൽ സിനിമയായി മാറി. അതേ വർഷം തന്നെ മികച്ച നടനുള്ള ദേശീയ അവാർഡും മമ്മൂട്ടിക്ക് ആ സിനിമയിലെ അഭിനയത്തിന് കിട്ടി. ഒപ്പം തന്നെ മികച്ച ഡയറക്ടറായി അടൂർ ഗോപാലകൃഷ്ണനും മികച്ച സൗണ്ട് എഞ്ചിനീയറായി ഹരികുമാറും എന്തിന് ആ വർഷത്തെ മികച്ച മലയാള സിനിമയ്ക്കുള്ള അവാർഡ് പോലും മതിലുകൾ സ്വന്തമാക്കി. നമ്പർ 3, നീലവെളിച്ചം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തന്നെ നീലവെളിച്ചം എന്ന ചെറുകഥയെ ആസ്പദമാക്കി വിൻസെന്റ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഭാർഗവി നിലയം. ഈ സിനിമയുടെ ഒരു കളേർഡ് വേർഷൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ആഷിഖ് അബു 2024 നീലവെളിച്ചം എന്ന സിനിമ എടുത്തത്. നമ്പർ 4, അനന്തഭദ്രം. മനോജ് കെ ജയൻ ചെയ്ത ദിഗംബരന്റെ ഈ ക്യാരക്ടർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? യെസ്, സുനിൽ പരമേശ്വരൻ എഴുതിയ അനന്തഭദ്രം എന്ന അതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കി പൃഥ്വിരാജിനെ വെച്ച് ചെയ്ത സിനിമയാണ് ഇത്. എന്നാൽ കംപ്ലീറ്റ്ലി ആ ഒരു കഥ സിനിമയിലോട്ട് എടുത്തതല്ല. കഥാപാത്രങ്ങളും പശ്ചാത്തലങ്ങളും എടുത്ത് അതിനെ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അനന്തഭദ്രം എന്ന സിനിമയിൽ. നമ്പർ 5, ജല്ലിക്കെട്ട്. അതെ, മാവോയിസ്റ്റ് എന്ന ഹരീഷിന്റെ ചെറുകഥയെ വെച്ചിട്ട് ലിജോ ജോസ് പരിശേരി എടുത്ത സിനിമയാണ് ജല്ലിക്കെട്ട്. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഈ സിനിമ ഇന്ത്യയുടെ 2022 ഓസ്കർ ഒഫീഷ്യൽ എൻട്രി കൂടിയായിരുന്നു. തന്റെ ചെറുകഥ സിനിമയാകുമ്പോൾ സിനിമയ്ക്കുള്ള സ്ക്രീൻ പ്ലേ എഴുതിയതും ഹരീഷും ജയകുമാറും ചേർന്നായിരുന്നു. സിനിമയായ 100 കണക്കിന് പുസ്തകങ്ങളിൽ നിന്നും വളരെ കുറച്ച് മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവയെല്ലാം ഇതുപോലെ കഥകളിൽ നിന്നും മറ്റു ബുക്കുകളിൽ നിന്നും അഡാപ്റ്റ് ചെയ്യപ്പെട്ട കഥകളാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ബുക്ക് വായിക്കുന്നതിന്റെ ആ ഒരു ഫീല് നമ്മൾ വായിച്ച ബുക്ക് സിനിമയാകുമ്പോൾ കിട്ടില്ലല്ലേ? കാരണം ബുക്കിന്റെ ഇമാജിനേഷൻ വളരെ കൂടുതലാണ്. നമ്മൾ വിചാരിക്കുന്നതാണ് അവിടുത്തെ കഥയും കഥാപാത്രത്തിന്റെ രൂപവും സന്ദർഭവും എല്ലാം. എന്നാൽ ആ ഒരു കഥ സിനിമയാകുമ്പോൾ അവിടെ വരുന്നത് ഒരു ഡയറക്ടറിന്റെ വിഷനാണ്. ഡയറക്ടർ എങ്ങനെയാണോ ആ കഥാപാത്രത്തെ കാണുന്നത് അതുപോലെ ആയിരിക്കും അതിന്റെ രൂപവും ഭാവവും എല്ലാം. എങ്കിലും നമ്മൾ വായിച്ച ബുക്ക് സിനിമയാവുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലേ? അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലത്തെ മൂവി ബുക്ക് അഡാപ്റ്റേഷൻസ് കമന്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്. ഒരു വീട് എന്ന നിങ്ങളുടെ സ്വപ്നത്തിന് നിറം പകരുവാനായി ഏതോളം ബിൽഡേഴ്സ്. ട്രെയിൻഡ് ആൻഡ് എക്സ്പേർട്ട് ടെക്നീഷ്യൻസിന്റെ സഹായത്തോടു കൂടിയാണ് ഓരോ വീടും ഏതോളം ബിൽഡേഴ്സ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത്. വിത്ത് ഏതോളം ബിൽഡേഴ്സ് യുവർ ഡ്രീം ഓഫ് ബിൽഡിംഗ് എ ഹോം ഇസ് ജസ്റ്റ് എ ഫ്യൂ സ്റ്റെപ്സ് അവേ.